ശോധനയുടെ അനുഭവം പല മടങ്ങായി തീരുമെങ്കിലും അതിന്റെ മതി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവശക്തി ചില ശരീരങ്ങളുടെ മേൽ ഈ പകലൊന്ന് വ്യാപരിച്ച് ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഓ ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്. വെറുങ്കയോടെ മടക്കി കളയുവാനല്ല, ഈ പകൽ ചിലത് പ്രാപിച്ചെടുത്ത് അവൻ ദൈവസന്നിധിയിൽ നിന്ന് ചിലത് അവൻ വിശ്വാസത്തോടെ ഈ പകലൊന്ന് വിശ്വാസത്തോടെ പറയട്ടെ. ഒരു പക്ഷെ പല നിലയിലുള്ള പ്രതിസന്ധി ആയിരിക്കാം, പരാജയമായിരിക്കാം, നിന്ദയായിരിക്കാം, കഷ്ടതയായിരിക്കാം, രോഗബന്ധനങ്ങളായിരിക്കാം. എന്നാൽ എന്റെ യേശുവിന് ഈ പകൽ നിന്നെ അത് തൊടണമെന്ന് ആഗ്രഹമുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, അപ്പാ എന്നെ തൊടണമേ. അവൻ എന്റെ സന്ധി മച്ചകളെ, നാടി ഞരമ്പുകളെ, എന്റെ ബലഹീനമായ ശരീരത്തിന്മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന്. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞ് ആ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കുവാനിടയാകട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകളൊന്ന് ഏറ്റു പറയട്ടെ. ഈ പകലത്തെ ആരാധനയുടെ മധ്യേ ദൈവത്തിന്റെ ക്രമ വ്യാപരിച്ച് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ചിലതിന്റെ ശരീരങ്ങളെ സ്വർഗത്തിലെ ദൈവിക സൗഖ്യം വ്യാപരിപ്പാനിടയാകട്ടെ. വന്ന പോലെ പോകരുത്. ആമേൻ, സ്തോത്രം. വന്ന പോലെ നാം തിരിച്ചു പോകരുത്. ആകുലതകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഭാരങ്ങൾ എല്ലാം അപ്പന്റെ പാദപീഠം ഇറക്കി വെച്ചുകൊള്ളണം. സകല ഭാരവും ആമേൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാം ആമേൻ ബേർഡൻസുകൾ അതെല്ലാം ദൈവത്തിന്റെ പാദപീഠം അത് ഏൽപ്പിച്ചു കൊടു. അന്ത്യം വരെയും ചുമക്കാമെന്ന് വാക്ക് നൽകിയത് മനുഷ്യനല്ലല്ലോ, ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മതിയില്ലേ? ആ ദൈവത്തെ നാം ആരാധിക്കുന്നത്, ആ ദൈവത്തിന്റെ നാമമല്ലേ ഇന്ന് പകൽ വിളിച്ചപേക്ഷിക്കുന്നത്? എത്രയോ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാമായിരുന്നു, എന്നാൽ അതെല്ലാം വിട്ട് ആമേൻ ശരീരത്തിൽ നന്നായി റെസ്റ്റ് എടുക്കാമായിരുന്നു. എന്നാൽ അതെല്ലാം വിട്ട് ഇന്ന് പകൽ കൈയടിക്കാനും ഉച്ചത്തിൽ സ്തുതിപ്പാനും അല്പസമയം കസാരയിൽ ആമേൻ ആ നിലയിൽ ഇരിപ്പാനും ഒക്കെ ഇരിക്കുന്നതിന് കാരണം എന്താ? ആമേൻ, ഇതിന്റെ പുറകിൽ ഒരു കാര്യം വിളിച്ചു പറയാനുണ്ട്. എന്നെ വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരനെ എത്ര സ്തുതിച്ചാലും എനിക്ക് മതി വരികയില്ലെന്ന്